ഹായ് ഡിയേഴ്സ്, നമ്മൾ പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെറ്റ്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ സെറ്റ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും പിന്നെ ടൈപ്പ് ഓഫ് സെറ്റ്സും ആണ്. അപ്പൊ ആദ്യ പാർട്ട് കാണാത്ത ചെയ്താൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനാണ്. സെറ്റ് ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 = 0. നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടാണ് റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്നത്. അതായത് രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? -2 കിട്ടണം. അതുപോലെ തന്നെ രണ്ട് സംഖ്യകൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ഓക്കെ, ആ സംഖ്യകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ -1ഉം +2 ആണ് കിട്ടുക സംഖ്യകൾ. അത് x - 1 × s + 2 = 0 എന്ന് കൊടുക്കാം. s = 1 എന്നും s = -2 എന്ന് കിട്ടും. അപ്പൊ ആ സംഖ്യകൾ ഏതൊക്കെ വരാം? അത് 1ഉം -2 ആണ്. നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ a കേളി ബ്രേസിൽ 1, -2 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ബി ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ അതും റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനാണ്. അത് നമ്മളെ എ സി സി പോസിറ്റീവ് ഇന്റിജർ ആണ്. 19 ഒഴിവാക്കിയിട്ട് അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ <40 കിട്ടണം. ഓക്കെ, അപ്പൊ 40 കിട്ടുന്ന ആ സംഖ്യ നോക്കുമ്പോൾ 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16 വരുന്നുണ്ട്, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49 വരുന്നുണ്ട്. അപ്പൊ 49 എന്ന് പറയുന്നത് 14നെക്കാട്ടും വലുതാണ്. അപ്പോൾ 6 വരെയുള്ള സംഖ്യകൾ നമ്മൾ നമ്മളെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുന്ന b = കേളി ബ്രേസിൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെ എഴുതിയേക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നേരെ തിരിച്ചാണ്. നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്കാണ് എഴുതേണ്ടത്. റോസ്റ്റർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ റോസ്റ്റർ ഫോം എങ്ങനെയാണ് രീതി പോകുന്നത് ജസ്റ്റ് നോക്കണം. ഇവിടെ രീതി പോണത് നോക്കിക്കാം. a = കേളി ബ്രേസിൽ 1, 4, 9, 16, 25 എന്ന് കൊടുക്കണം. ഇത് സ്ക്വയേഴ്സിന്റെ രീതിയിലാണ് പോകണം. നമ്മൾ ചെയ്ത പുതിയ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. അപ്പൊ a = s such that s = n². വേറെ n എവിടെ നിന്നാണ് ഇത് സ്റ്റോപ്പ് ആവണമെന്നില്ല, നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാണ് അതിന്റെ രീതി ചെയ്തേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. അതില് റോസ്റ്റർ ഫോം കൊടുത്തിട്ടുണ്ട്. b = 1/2, 2/3, 3/4, 4/5, 5/6. ഓക്കെ, ഇത് നമുക്ക് സെറ്റ് ബിൽഡ് ഫോമിലേക്കാണ് എഴുതേണ്ടത്. അപ്പൊ ജസ്റ്റ് നോക്കിയാൽ അതിന്റെ ഫോർമാറ്റ് എങ്ങനെ പോകണമെന്ന്. ഫസ്റ്റ് n ആണ്, n+1 ആണ് അതിന്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്റെ ഇത് പോകുന്നത്. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ ജസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സെറ്റ് ബിൽഡർ ഫോം b = s such that s = n / n+1, where n is a natural number 1 less than or equal to n less than or equal to 5. ഓക്കെ, നാച്ചുറൽ നമ്പർ ഏതുവരെയുള്ളതാണ്? 1 മുതൽ 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യന്റെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോംസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റോസ്റ്റർ ഫോമും റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രോബ്ലത്തേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ആദ്യത്തെ സിമ്പിൾ ആയിരിക്കും. പ്രിൻസിപ്പൽ എന്നതിന്റെ ഒരു വേർഡ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുമ്പോൾ അതേ രീതിയിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അത് ഡി ആയിട്ടാണ് വരുന്നത്. കേട്ടോ, ഡി ആണ് വരുന്നത്. such that s is a letter of the word principal. ഓക്കെ, രണ്ടാമത്തെ നോക്കുമ്പോൾ സെറ്റിൽ 0 മാത്രം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിംഗിൾ ടൈം സെറ്റ് ആണ്. ടൈപ്പ് ഓഫ് സെറ്റ് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ c ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. such that s is an integer and s + 1 = 1. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ എക്സിന് കൊടുക്കാൻ പറ്റിയ വാല്യൂ എന്ന് പറയുന്നത് 0 മാത്രമാണ്. അതാണ് അവിടെ അങ്ങനെ കൊടുക്കാൻ കാരണം. ചിലർക്ക് കൺഫ്യൂഷൻ വരാം. നോട്ട്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, മൂന്നാമത് നോക്കുമ്പോൾ ഒന്ന് ചില മിസ്റ്റേക്ക് ഫീൽ ചെയ്യാം, തെറ്റിപ്പോയി ചാൻസ് ഉണ്ട്. ഓക്കെ, ഒറ്റ ചെയ്യുമ്പോൾ അപ്പോ നോക്കാം. 1, 2, 3, 6, 9, 18. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 18ന്റെ ഡിവൈസേഴ്സ് ആണ്. ഓക്കെ, 18ന്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം. is a positive integer and is a divisor of 18. നമ്മുടെ നാലാമത്തെ നോക്കുമ്പോൾ സെറ്റില് 3 and -3 കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇക്വേഷന്റെ ആണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ ഏതാണ്? ബിയിലേക്കാണ് നമ്മള് നേരെ കൊടുത്തിരിക്കുന്നത്. s = s such that s is an integer and s² - 9 = 0. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ
x-3 ഇൻറ്റു എസ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 3 എന്നും എസ് ഇസ് ഈക്വൽ ടു -3 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ റോസ് ഫോമാറ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സസൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയാണോ എന്ന് നോക്കുക, എന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. ഞാൻ ചിലപ്പോൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് നോക്കിയിട്ട് ശരിയാണോ ഇല്ലെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഈ ഒരു സിമ്പിൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്, നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. അതായത് ബിലോങ്സ് ടു എന്നുള്ളതും ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നുള്ളതും നമ്മളൊരു സെറ്റിൽ ഉണ്ടെങ്കിൽ അത് ബിലോങ്സ് ടു എന്ന് എഴുതും, ഇല്ലെങ്കിൽ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് എഴുതും. ഓക്കെ, നമ്മുടെ സെറ്റ് ഇതാണ്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഇതിൽ 5 നമ്മുടെ സെറ്റിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിലോങ്സ് ടു എന്ന് എഴുതും. ഓക്കെ, 5 സെറ്റിലുണ്ട്, അപ്പൊ ബിലോങ്സ് ടു നമ്മൾ എഴുതും. ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ബിലോങ്സ് ടു എങ്ങനെയാണ് എഴുതുന്നത്? ഡസ് നോട്ട് ബിലോങ്സ് ടു ആണെങ്കിൽ നമ്മളത് അങ്ങനെ എഴുതിയിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒരു വര അരച്ചു കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ, നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ 8 ഉണ്ടോ? 8 ഉണ്ടോ? ഇല്ല, ആ സെറ്റിൽ ഇല്ല. അപ്പൊ ഡസ് നോട്ട് ബിലോങ്സ് ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 0 ഉണ്ടോ? 0 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡസ് നോട്ട് ബിലോങ്സ് ടു കൊടുത്തു. 4 ഉള്ളത് കൊണ്ട് ബിലോങ്സ് ടു കൊടുത്തു. 2 ഉള്ളത് കൊണ്ട് ബിലോങ്സ് ടു കൊടുത്തു. 10 ഇല്ലാത്തതുകൊണ്ട് ഡസ് നോട്ട് ബിലോങ്സ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു സിമ്പിൾ മനസ്സിലാക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ കൊടുത്ത ഇതിന് നമ്മൾ ക്ലോസ് ഫോമിലേക്ക് എഴുതുകയാണ്. ഇവിടെ നമ്മുടെ സെറ്റിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടി ക്ലിയർ ആക്കാനാണ് ഈ പ്രോബ്ലംസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്റെ സെറ്റ് ബിൽഡർ ഫോം വരുന്നത്. S equal to S square, S is an integer and -3 less than S less than 7. അപ്പോ -3യുടെയും 7ന്റെയും ഇടയിലുള്ള ഇന്റീജേഴ്സ് ഏതാണ്? അപ്പൊ -2 -1 0 1 2 3 4 5 6 എഴുതാം. അതുപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6 നമുക്ക് അറിയുന്നത് തന്നെയാണ്, നമ്മൾ നിറവേറ്റം ചർച്ച ചെയ്തതിൽ ഫെമിലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ റോസ് ഫോം എഴുതണ്ട. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് വെറൈറ്റി ആണ്. C is equal to S such that S is a 2-digit natural number, okay, such that the sum of its digit is 8. അതായത് 2 ഡിജിറ്റുള്ള നമ്പർ ഉണ്ട്, രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് ഓർമ്മ വരാം 8 + 0 ചെയ്ത് എന്താ കിട്ടാം? 8 കിട്ടാം. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മ വരുമ്പോൾ 1 + 7 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് നമ്മൾ നോക്കാം. ഓക്കെ, നോക്കിയാല് അപ്പൊ അതിന്റെ ഏതൊക്കെ ഡിജിറ്റ് നമുക്ക് നോക്കിപ്പോവാം. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1 + 7 17 വരുന്നുണ്ട്. 2 + 6 26, 3 + 3 + 5 ആണ് വരിക. അപ്പൊ 35 നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് അതിന്റെ റോസ് ഫോം വരുന്നത്. ഓക്കെ, ഓക്കെ, നാലാമത്തെ D is equal to S such that S is a prime number which is divisor of 60. അതായത് 60 ഡിവൈഡ് ചെയ്യുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 60 ഡിവൈഡ് ചെയ്യും, 3 60 ഡിവൈഡ് ചെയ്യും, 5 60 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ 3 പ്രൈം നമ്പേഴ്സ് ആണ് 60 ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അഞ്ചാമത്തെ ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രി പറയുമ്പോൾ ചില വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കോമട്ട് ഓരോ വേർഡ്സ് എഴുതാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇങ്ങനത്തെ വേർഡൊക്കെ വരുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. അടുത്ത് പറയുമ്പോൾ ബെറ്റർ ആണ്. ബെറ്ററിൽ T 2 പ്രാവശ്യം വരുന്നുണ്ട്, അപ്പൊ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ഇവിടെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാനാണ്. റോസ് ഫോം നോക്കാം. 3 6 9 12 ഉണ്ട്. റോസ് ഫോമിലേക്ക് എഴുതുമ്പോൾ S equal to ബ്രേസ് ഇട്ടിട്ട് S such that S is equal to 3. 3 മൾട്ടിപ്ലൈസ് ആണ് വരുന്നത്. അപ്പോ ഏത് മുകളിൽ എന്നാണ് എന്നൊരു ഇത് കൊടുക്കണം. n ലിമിറ്റ് എന്ന് പറഞ്ഞ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അപ്പോ 3 × 4 12. അങ്ങനെ നമ്മളെ 2ന്റെ അങ്ങനെ തന്നെയാണ്. 2 4 8 16 32 എന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ 2ന്റെ പവേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, 2ന്റെ പവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. B is equal to S such that S equal to 2 raised to n, വേർ n ഏത് വരെയാണ്? ലെസ് ദാൻ ഈക്വൽ ടു 5 വരെയാണ് ഉള്ളത്. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആണ് അങ്ങനെ വരുന്നത്. ഓക്കെ, എന്നിട്ട് ലിസ്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് ക്ലോസ്ഡ് ഫോം എന്നുണ്ട്. നമുക്ക് നോക്കാം. അതിന് വേറെ സ്ലൈഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സ്ലൈഡിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ സെറ്റ് ഫോം എടുത്ത് ഞങ്ങൾ ക്ലോസ്ഡ് ഫോമിലേക്ക് ചെയ്താണ്. ഓക്കെ, അപ്പോൾ A equal to
കേളി ബേസ് സച്ച് ദാറ്റ് S is an odd natural numbers. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ്. അതിന് എൻഡിങ് ഇല്ല. ഓക്കെ, അപ്പോൾ 1, 3, 5, 7, 9 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ such that S is an integer -1/2 less than S less than 9/2. ഓക്കെ, അത് നോക്കുമ്പോൾ വരുന്ന ഇന്റീജേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ആണ്. അതാണ് നമ്മൾ ഇവിടെ മൂന്നാം സബ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ such that S is a month of the year not having 31 days. അതായത് 31 ദിവസങ്ങൾ ഇല്ലാത്ത മന്താണ് നമുക്ക് എഴുതേണ്ടത്. അത് ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, നാലാമത്തെ d is equal to s such that s is a constant in English alphabet which precedes k. അതായത് കെക്ക് താഴെയുള്ള വബിൾസ് അല്ലാത്ത ലെറ്റേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ എന്ന് വരും. ഇവയാണ് കെക്ക് താഴെയുള്ള വബിൾസ് അല്ലാത്ത നമ്പേഴ്സ്. ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ്. ടൈപ്പ് ഓഫ് സെറ്റ്സിലേക്കാണ് കിടക്കുന്നത്. ഒരു 6ഓളം ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒന്ന് സന്ദർഭം സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, ഇവിടെ എം ടി സെറ്റ് ആണ് ആദ്യം പറയുന്നത്. എം ടി സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽ ഒരു എലമെന്റ് ഉണ്ടാവില്ല. അതാണ് എം ടി സെറ്റ് എന്ന് പറയാം. ഓക്കെ, a set which does not contain any element is called empty set. അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിന് 2 കേളി ബ്രേസസ് ഇടാം, അല്ലെങ്കിൽ 5 എന്ന നൊട്ടേഷൻ ഇടാം. ഓക്കെ, ഇങ്ങനെയാണ് 5 എന്ന നൊട്ടേഷൻ വരുന്നത്. നോക്കി ഇരിക്കുക. ഓക്കെ, മാറിപ്പോരുത്. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to S such that it is an odd natural number 1 less than S less than 3. 1ന്റെയും 3യുടെ ഇടയിലുള്ള ഓഡ് നാച്ചുറൽ നമ്പർ ആണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഓഡ് നാച്ചുറൽ നമ്പർ ഉണ്ടാവില്ല. അപ്പൊ അത് ഇങ്ങനെ 2 കേളി ബ്രേസ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നൊട്ടേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നമ്പർ ലൈൻ നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇതിന്റെ ഇടയിലായിട്ട് ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ഇല്ല. ആണ് എം ടി സെറ്റ് ആയിട്ട് വന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ബി ഈക്വൽ ടു എസ് such that S square is equal to 4 and S is a node. അത് നോക്കുമ്പോൾ നമുക്ക് അതിനൊരു ഇത് വരില്ല. നമ്മൾ ഇക്വേഷൻ ചെക്ക് ചെയ്യണം. S square is equal to 4. അപ്പൊ S is equal to 2 എന്ന് വരും. S is equal to -2 എന്ന് വരും. ഇത് രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്. അത് ഓഡ് നമ്പർ ആവില്ല. അപ്പൊ അത് എം ടി സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ എക്സാമ്പിളും. എം ടി സെറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ടൈപ്പ് എന്ന് പറയുമ്പോൾ സിംഗിൾട്ടൺ സെറ്റ് ആണ്. അതായത് ആ ഒരു സെറ്റില് ആകെ ഒറ്റ എലമെന്റ് ഉണ്ടാവുള്ളൂ. അതാണ് സിംഗിൾട്ടൺ സെറ്റ്. സെറ്റ് ഹാവിംഗ് ഓൺലി 1 element is called സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് എക്സാമ്പിൾ വരുന്നത്. എക്സാമ്പിൾസ് നോക്കാം. S equal to S such that S is an odd natural number 1 less than S less than 5. ഓക്കെ, 1ന്റെയും 5ന്റെയും ഇടയിലുള്ള ആകെ ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ഉള്ളൂ. അത് 3 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിംഗിൾട്ടൺ സെറ്റ് ആയിട്ട് വരാം. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ ആകുമ്പോൾ such that it's an even prime number. ഓക്കെ, ആ ഒരൊറ്റ ഈവൻ പ്രൈം നമ്പർ ഉള്ളൂ. അത് 2 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് സിംഗിൾട്ടൺ സെറ്റിന്റെ എക്സാമ്പിൾ വരുന്നത്. അതായത് ഒറ്റ എലമെന്റ് ഉള്ള സെറ്റിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്ന ഫൈനൈറ്റ് സെറ്റ്. അതായത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന നമ്പേഴ്സ് ഉള്ള സെറ്റിനെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഡെഫിനിഷൻ വരുന്നത്. ഇങ്ങനെയാണ് എ സെറ്റ് ഹാവിംഗ് ഡിഫൈൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, നമുക്ക് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എം ടി സെറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, ദി നമ്പർ ഓഫ് എലമെന്റ്സ് സെറ്റ് എ ഇസ് കോൾഡ് കാർഡിനാലിറ്റി. അപ്പൊ കാർഡിനാലിറ്റി നേരിട്ട് n of a സെറ്റ് ആണ്. ഓക്കെ, കാർഡിനാലിറ്റി ഓഫ് എം ടി സെറ്റ് 0 ആയിരിക്കും. ഓക്കെ, അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് നോക്കുന്നതാണ് കാർഡിനാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റില്. അപ്പോൾ എം ടി സെറ്റിന്റെ കാർഡിനാലിറ്റി വരുമ്പോൾ 0 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് A is equal to S such that it's a natural number and S less than 100. 100 വരെയുള്ള എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എണ്ണി ശരി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കാർഡിനാലിറ്റി വരുന്നത് 99 ആണ് അതിന്റെ കാർഡിനാലിറ്റി വരിക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. B is equal to S such that S is a prime number and S less than 10. 10 താഴെ പ്രൈം നമ്പേഴ്സ് ആണ്. അത് നമുക്ക് എണ്ണിയെടുക്കാം. 2, 3, 5, 7 എണ്ണിയെടുക്കാം. അതിന്റെ കാർഡിനാലിറ്റി പറയുന്നത് 4 ആയിരിക്കും. അത് 4 എലമെന്റ്സ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇതാണ് നമ്മള് ടൈപ്പ് സെറ്റില് മൂന്നാമത്തെ വരുന്ന.
നാലാമത്തെ ടൈപ്പാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അതായത് ഫൈനൈറ്റ് സെറ്റ് അല്ലാത്ത സെറ്റിനാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ്സ് പഠിച്ചിരുന്നു. നാച്ചുറൽ നമ്പേഴ്സ്, അതുപോലത്തെ ഇന്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ കാർഡിനാലിറ്റി, അതായത് എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് സെറ്റ് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാനും പറ്റില്ല. ഇത് നമ്മൾ നോട്ടായിട്ട് ഓർത്തേക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അവന്റെ എക്സാമ്പിൾ നോക്കാം. എസ് സച്ച് ദാറ്റ് എസ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ആൻഡ് എസ് ഗ്രേറ്റർ ദാൻ 2. 2ന് മുകളിലുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇരട്ടസംഖ്യകൾ എഴുതുമ്പോൾ 2ന് മുകളിൽ 4, 6, 8, 10, 12, 14 അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അപ്പൊ അത് ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, ഇതാണ് എന്റെ ഇൻഫൈനൈറ്റ് സെറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയാം. അതുപോലെ തന്നെയാണ് റിയൽ നമ്പേഴ്സ് കൊടുക്കുക. അതായത് b is equal to s such that s is a real number -1 less than s less than 1. അതായത് -1ന്റെയും 1ന്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് നിറയുണ്ടാകും. 0.9, -0.9, -0.8 അങ്ങനെ നിറയെ റിയൽ നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാനും പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ നമ്പേഴ്സ് അങ്ങനത്തെ സെറ്റിനെ പറയുന്നത് എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ടൈപ്പാണ് ഈക്വൽ സെറ്റ്. അതായത് രണ്ട് സെറ്റ് ഈക്വൽ എന്ന് പറയണമെങ്കിൽ അതിൽ എക്സാക്ട്ലി സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് വേണം. രണ്ട് സെറ്റിന്റെയും എലമെന്റ്സ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ എലമെന്റ് സെയിം ആകുമ്പോൾ തന്നെ അതിന്റെ കാർഡിനാലിറ്റി, എത്ര നമ്പേഴ്സ് ഉണ്ടാവുന്നതും സെയിം ആവും. ഓക്കെ, ഞാൻ മെൻഷൻ ചെയ്ത് പറയാൻ കാരണം അടുത്ത് വരുന്ന സെറ്റാണ് ഇക്വാലന്റ് സെറ്റ് ആണ്, അത് മാറിപ്പോകരുത്, അതുകൊണ്ടാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. എസ് ഇസ് എ പ്രൈം നമ്പർ 2 less than s less than 8. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് b is equal to s such that s is an odd natural number 2 less than s less than 8 എന്ന് വരും. അപ്പൊ നമ്പേഴ്സ് എന്തൊക്കെയാണ് വരിക നോക്കി നോക്കിയേ. 3, 5, 7. 3, 5, 7 ആണ് വരുന്ന രണ്ടിലും. അപ്പൊ ഇതിന്റെ എലമെന്റ്സ് ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ കാർഡിനാലിറ്റി ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഓർഡറിന് വലിയ പ്രാധാന്യമില്ല. എങ്ങനെ എഴുതിയാലും ഇത് ഈക്വൽ സെറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയാലും ഇത് ഈക്വൽ സെറ്റ് ആണ്. അപ്പോൾ അതിന്റെ എലമെന്റ്സും ഈക്വൽ ആണ്, അതുപോലെ തന്നെ കാർഡിനാലിറ്റി ഈക്വൽ ആണ്. അതാണ് ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. നമ്മൾ ആറാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നതാണ് ഇക്വാലന്റ് സെറ്റ്. ഇക്വാലന്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കാർഡിനാലിറ്റി ഈക്വൽ ആയിരിക്കും, അതിന്റെ എലമെന്റ്സ് ഈക്വൽ ആവില്ല. അതാണ് ഇക്വൽ സെറ്റും ഈക്വാലന്റ് സെറ്റും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയണം. ഓക്കെ, അത് നോട്ടിരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എക്സാമ്പിൾ വരുന്നത്. s equal to s such that s is an odd natural number and s less than 6. അതുപോലെ തന്നെ b is equal to s such that s is an even natural number s less than 7. അപ്പൊ എന്തൊക്കെ വരുന്നത് 1, 3, 5 എന്ന് വരുന്നുണ്ട്, 2, 4, 6 എന്ന് വരുന്നുണ്ട്. ഇതിന്റെ കാർഡിനാലിറ്റി നോക്കുമ്പോൾ ഈക്വൽ ആണ്. അതായത് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് നോക്കുമ്പോൾ ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇത് ഇക്വാലന്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഇക്വാലന്റ് സെറ്റ്സ് ആണ്. ഓക്കെ, ബാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ വായിച്ചു നോക്കും. അതിന് സംശയങ്ങളുണ്ട് നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമന്റ് വഴിയും ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അടുത്ത പാർട്ടായിട്ട് വരാം. നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.